ചിത്തിര നക്ഷത്രക്കാര് ജന്മനക്ഷത്ര ദേവത എന്ന് പറയുന്ന തൊഷ്ടാവാണ്, വിശ്വകർമാവ്. ഓം തൊഷ്ടേ നമ, ഓം വിശ്വകർമ്മണേ നമ എന്ന് ചൊല്ലി നമുക്ക് ഭജിക്കാം. ഓം തൊഷ്ടേ നമ, ഓം വിശ്വകർമ്മണേ നമ. ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഭജിക്കാം. നക്ഷത്രാധിപൻ എന്ന് പറയുന്നത് ചൊവ്വയാണ്. ചിത്തിര നക്ഷത്രക്കാരുടെ നക്ഷത്രാധിപൻ ചൊവ്വയാണ്. ഓം ഭൗം ഭൗമായ നമ എന്ന മന്ത്രം നിങ്ങളെ നിത്യവും ഉരുവിടുക, എല്ലാ ദിവസവും ഉരുവിടുക, എല്ലാ കാലവും ഉരുവിടുക. ഓം ഭൗം ഭൗമായ നമ. ഒപ്പം കന്യക്കൂറുകാരാണെങ്കിൽ ഭദ്രകാളിയെ ഭജിക്കുക, തുലാക്കൂറുകാരാണെങ്കിൽ സുബ്രഹ്മണ്യനെ ഭജിക്കുക. കന്യക്കൂറുകാരാണെങ്കിൽ ഭദ്രകാളി, തുലാക്കൂറുകാരാണെങ്കിൽ സുബ്രഹ്മണ്യനെ ഭജിക്കുക. കന്യക്കൂറുകാര് ബുധനെയും ശ്രീകൃഷ്ണനെയും കൂടി ഭജിക്കുന്നത് നന്നായിരിക്കും. കന്യക്കൂറിൽപ്പെട്ട ആളുകൾ ഈ ഭദ്രകാളിയെ ഭജിക്കുന്നതിനോടൊപ്പം ശ്രീകൃഷ്ണനെ ഭജിക്കുന്നത് നന്നായിരിക്കും. തുലാക്കൂറുകാരാണെങ്കിൽ മുരുകനെ ഭജിക്കുന്നതിനോടൊപ്പം തന്നെ ശുക്രനെയും മഹാലക്ഷ്മിയും കൂടി ഉപാസിക്കാം. ഈ ശുക്രനും മഹാലക്ഷ്മിയും ഭജിക്കുമ്പോൾ നമ്മുടെ ധനത്തിന്റെ സ്രോതസ്സാണ് മഹാലക്ഷ്മിയും ശുക്രനും ഒക്കെ. അപ്പൊ നമുക്ക് ഭോഗസുഖങ്ങളും ലൗകിക സുഖങ്ങളും കുറച്ച് കുറവാണ്, ശുക്രനും മൗഢ്യം ഒക്കെ ഉണ്ടെങ്കിൽ ഇതിന്റെ ഉപാസനയോടുകൂടി ഈ ദേവതയെ ഭജിക്കുന്നതോടുകൂടി അതിനൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരും. പിന്നെ നമ്മുടെ ദശകൾ മാറി മാറി വരുന്നതനുസരിച്ച് ചിത്ര നക്ഷത്രക്കാര് രണ്ട് രാശിയിൽപ്പെട്ടവരുടെയും ദശകൾ മാറി മാറി വരുന്നതനുസരിച്ച് ആ ദശാനാഥിന്റെ ഗ്രഹത്തെയും അധിഷ്ഠാന ദേവതകളെയൊക്കെ നമ്മൾ ഭജിക്കാം. ശിവൻ ചൊവ്വാദശയിൽ മുരുകൻ, കാളി, രാഹു ആണെങ്കിൽ ദുർഗ, നാഗങ്ങള്, വ്യാഴദശയിലാണെങ്കിൽ മഹാവിഷ്ണു, ശനിയാണെങ്കിൽ ശാസ്താവ്, ബുധദശയാണെങ്കിൽ കൃഷ്ണൻ, ശ്രീരാമനാണെങ്കിൽ കേതുവില് ഗണപതി, അതുപോലെ തന്നെ ചാമുണ്ഡി, ഗണപതി, ശുക്രദശയാണെങ്കിൽ മഹാലക്ഷ്മി, ആദിത്യദശയാണെങ്കിൽ ശിവൻ, അതുപോലെ ചന്ദ്രനിലാണെങ്കിൽ രാജരാജേശ്വരി ക്ഷേത്രം. ഇങ്ങനെയൊക്കെ ഉപാസിക്കുന്നതൊക്കെ ഈ പറയുന്ന നക്ഷത്രക്കാർക്ക്, ചിത്തിര നക്ഷത്രക്കാർക്ക് നല്ലതാണ്. അത് എങ്ങനെയാണ്, ഏത് ദശയാണെന്നുള്ളത് നിങ്ങളുടെ ജാതകം നോക്കിയാൽ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അത് നോക്കി കണ്ടുപിടിച്ചിട്ട് ഈ ദേവതകളിൽ തിരഞ്ഞെടുത്ത് ഉപാസിക്കാം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കുടുംബദേവത, ഇഷ്ടദേവത, പരദേവത, ഗ്രാമദേവത ഇവയൊക്കെ ഉപാസിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും ഒക്കെ നിങ്ങളുടെ ദോഷഫലങ്ങൾ കുറഞ്ഞിരിക്കാനും ആയുഷ്കാലം മുഴുവൻ ഇതേ രീതിയിലൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങളുടെ ദോഷഫലങ്ങളൊക്കെ ഒരു പരിധി വരെ കുറഞ്ഞിരിക്കാനൊക്കെ ആയിട്ട് നന്നായിരിക്കും.